ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ വചനം 60-ാം അധ്യായം. നമ്മൾ മെസ്സിയാനിക് പ്രോഫസീസ് ആണ് ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിക്കുന്നത്. മിശിഹ വരുമ്പോൾ എന്ത് സംഭവിക്കും? 60-ാം അധ്യായം. ഉണർന്ന് പ്രശോഭിക്കുക, ഉണർന്ന് പ്രശോഭിക്കുക. Arise, arise, എഴുന്നേക്ക്, എഴുന്നേക്ക് and illumine. നിന്റെ ജീവിതം പ്രകാശിക്കാൻ പോവുക. ജീവിതമൊക്കെ കെട്ടുപോയിരിക്കുക. ഇപ്പോഴും ഇരുട്ടില, ദുഃഖത്തില, നിരാശയില, തകർച്ചയില, പരാജയത്തില, പരിദേവനത്തില, പരിഭവത്തില, പരാതിയില കത്താൻ പോവുക. ജീവിതം കത്താൻ പോവുക. എന്നാ വസ്തുണ്ടായിക്കൊള്ളട്ടെ. ചില വീട്ടിലെ ചില അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെരുന്നാളിനടിക്കാനുള്ളപ്പോൾ ഒരു പെങ്കൊച്ച് 10-28 വയസ്സ് കാണാം. അവർക്ക് 28-30 വയസ്സ് മാക്സിമം. കൊഞ്ചു വണ്ണം. കഴിഞ്ഞ കോവിഡിന് ഭർത്താവ് മരിച്ചുപോയി. നമുക്ക് എത്ര സിമ്പിളായിട്ടാണ് ചിലർ വന്നിരിക്കുന്നറിയോ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് തലിച്ച് കയറുക. ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ ഇരുന്ന ഭർത്താവ് കോവിഡ് വന്നു, ആശുപത്രിയിൽ പോയി, തിരിച്ചു വന്നില്ല. ഒന്ന് ആലോചിച്ച്. ഭർത്താവിന്റെ മുഖം പിന്നെ കണ്ടിട്ടില്ലെന്ന് ഇവിടെ വന്നിരിക്കുക. വിദേശത്തായിരുന്നത്. ഭർത്താവിനെ കിട്ടിയില്ല. പിന്നെ കയ്യില് ആശുപത്രിയിൽ പോയതാ. പിന്നീട് അറിയിപ്പ് കിട്ടി, മരിച്ചു. പിന്നെ അറിയിപ്പ് കിട്ടി, കത്തിച്ച് കളഞ്ഞു. ഒന്ന് ആലോചിച്ച്. അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ പറ്റി ഒന്ന് ചിന്തിച്ച്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നത്. മക്കളൊന്ന് ആലോചിക്കുക. പെൺകൊച്ച് ആരുമില്ല. ഇനി അമ്മയെങ്ങാണ്ട നാട്ടിലുള്ള അമ്മയാ നാട്ടിലുള്ള അമ്മേനെ ചെയ്യാന പാവം അമ്മ. അവൾ വല്ലാതെ വിഷമിച്ചു. അവളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. എന്നാ ചെയ്യണ്ടേ? കൊച്ചിലെന്തോ വൈകല്യവും കുറവും ഉണ്ട്. ബുദ്ധി വൈകല്യമുള്ളൊരു കുട്ടിയും കൂടിയാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. കർത്താവ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കണേ. എന്നാ പറയണേ? ഞാൻ കഴിഞ്ഞ ദിവസം വിപുലഗിരിയിൽ നേർച്ച അപ്പം ഉണ്ടാക്കി തന്ന മനുഷ്യൻ പറയുകയായിരുന്നു, ഭാര്യ തളർന്ന് കാഴ്ചയില്ല. ഭാര്യയ്ക്ക് പാരലൈസ്ഡായി പോയത് സ്ത്രീയാണ്. കൊച്ചിന് അംഗവൈകല്യമുണ്ട്. അംഗവൈകല്യം, ബുദ്ധി വൈകല്യം. ഈ മനുഷ്യൻ വിളക്ക് പോലെ നിന്ന് കത്തുക. ഞാൻ ഞെട്ടിപ്പോയി മക്കളെ, ഞെട്ടിപ്പോയി. ഇതൊന്നും നമ്മുടെ പരിമിതികളല്ലെന്ന്. കാഴ്ചയില്ലാത്ത അവൻ ചേട്ടായി പറയാം, എല്ലാം അവളാണച്ചോ നോക്കുന്നേ, എല്ലാം അവളാണച്ചോ നോക്കുന്നത്. ദൈവ പൈതലേ, നിനക്ക് കയ്യും കാലും നാവും മൂക്കും ചെവി ഉള്ളപ്പോഴല്ലടാ കൊട്ടായ. നിന്റെ ജീവിതത്തിനൊരു പരിമിതി വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു തകർച്ച വരുമ്പോ, ഒരു ഇല്ലായ്മ വരുമ്പോഴോ നീ കർത്താവിന് മഹത്വം കൊടുക്കണ്ടേ? അത്ഭുതപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. നോക്കിയ അവിടെ തീരേണ്ട ഒരു കുടുംബം തീരേണ്ട. ഈ മനുഷ്യന്റെ മുഖം പ്രകാശനെ നോക്കുക. നല്ല ഭയങ്കര പ്രകാശമുള്ളൊരു മനുഷ്യനെ ഞങ്ങളെ വെറുതെ പറയുന്നതല്ല. മുഖത്ത് നല്ല വെളിച്ചമായി മനുഷ്യൻ്റെ. ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ മനുഷ്യൻ. കിട്ടിയ 2 മിനിറ്റ് കൊണ്ട് എന്നോട് പറഞ്ഞ കഥയായത്. അവളാ ഇതെല്ലാം ഉണ്ടാക്കണേ. എവള് തളർന്നുപോയ, കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഭാര്യ. മക്കളെത്രയേട്ടാ? ഒരു കൊച്ചുണ്ട്. കൊച്ചിന് ബുദ്ധിവൈകല്യം. വീട്ടിലെ സമ്പത്താ മക്കളെ. ഇങ്ങനത്തെ ചില കുരിശ് രൂപങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. കുരിശ് രൂപങ്ങളായി മാറിയവര് ജീവിച്ചിരിപ്പുണ്ട്. തിന്നുകൊഴുത്ത കുറച്ച് മനുഷ്യര് ജീവിക്കുന്ന, ആർത്തിപ്പണ്ടാരങ്ങൾ ജീവിക്കുന്ന ലോകത്തില് ചില മനുഷ്യരിവിടെ ക്രൂശിതനായിട്ട് ജീവിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മുറിവുകൾ, സമാധാനം, സമാധാനം, ഷാലോം. മുറിവുകളൊക്കെ നമ്മളെ ഭയപ്പെടുത്താൻ പാടില്ല. മുറിവുകൾ നിന്നെ ക്രിസ്തുവാക്കി മാറ്റും. മുറിവുകൾ നിന്നെ ക്രിസ്തുവാക്കി മാറ്റും. മുറിവ് നിന്റെ പരിമിതിയല്ല. മുറിവ് നിനക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള കാരണമായിട്ട് മാറണം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർന്ന റൈസ് അപ്പ്, അവേക്കൺ ആൻഡ് ഇല്യൂമിനേറ്റ്. അവേക്കൺ, ഉണർന്നെഴുന്നേക്ക്. ഉറക്കത്തിലാണ് നമ്മളൊക്കെ. ആത്മീയതയ്ക്കുള്ള ഞെട്ടി എഴുന്നേക്കൽ വേണം മക്കളെ. ഒരു ഞെട്ടി എഴുന്നേക്കൽ വേണം. കിടന്ന് ഉറങ്ങിപ്പോയി, പരീക്ഷയാ നാളെ, ഇച്ചിരി ഉറങ്ങാന്ന് വിചാരിച്ച് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. എന്നിട്ട് ഞെട്ടി എഴുന്നേക്കുന്ന ഒരു എഴുന്നേപ്പുണ്ട്. സകല അവയവങ്ങളും സകല കോശങ്ങളും ഉണരുവപ്പം. അപ്പോഴും നാഞ്ഞ് വായിക്കേണ്ടത് മുഴുവൻ തലയിലിരിക്കും. കാലവിധ ഉണർന്നെഴുന്നേൽക്കാനുള്ള കാലമാണ്. എന്നിട്ട് പ്രശോഭിക്കുക. എന്റെ ഓരോകളെ പ്രശോഭിക്കുക. നിനക്ക് സങ്കടപ്പെടാനും ദുഃഖിക്കാനും പരാതി പറയാൻ 1000 കാര്യങ്ങൾ കാണും. പക്ഷേ എന്റെ കർത്താവിനെ ഉണർത്തി നിർത്തിയിരിക്കുന്നല്ലോ. എന്റെ കർത്താവ് എന്റെ കാര്യത്തിൽ താല്പര്യമുള്ളവനാണല്ലോ, പരിഗണനയുള്ളവനാണല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. Your lumiere has arrived. പ്രകാശം വന്ന എവിടുന്ന് വന്ന? കർത്താവിൽ നിന്ന്. കർത്താവിൽ നിന്നൊരു പ്രകാശം നിന്നിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരോ പറയുന്നത് കേട്ട്, സാക്ഷി പറഞ്ഞാണ്, എവിടെയാന്ന് നോക്കണില്ല. കുർബാനയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. മറ്റു മതസ്ഥയായ ഒരു സഹോദരിയാ. അവര് പറയുക, കുർബാനയുടെ മുമ്പിൽ ഇങ്ങനെ ആരാധനയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. നോക്കുമ്പോ ഈ സക്കാരിയിൽ നിന്ന്, ഈ കുർബാനയിൽ നിന്ന്, ഈ മോൺസ്ട്രൻസിൽ നിന്ന് ഒരു പ്രകാശം വന്ന് അവരുടെ ദേഹത്തേക്ക് വീഴുക. അവര് പറയാം എന്തോ രോഗപീഠ. അവര് പറയാം ആ സമയത്ത് ആ ശരീരത്തിൽ രോഗപീഠ വിട്ടുപോയി. കുടുംബത്തിൽ എന്തോ പ്രയാസമില്ല, ആ സങ്കടം ആ സമയത്ത് വിട്ടുപോവുക. ഇഷ്ടമുള്ള വിശ്വസിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ രോഗവും പോയി, അവരുടെ മനസ്സിലെ ഭാരവും പോയി. വലിയ ധൈര്യം. ദൈവത്തിൽ ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് മക്കളെ. കർത്താവിന്റെ പ്രകാശം നിന്റെ മേൽ വന്ന് നിറയുന്ന ഒരു അനുഭവമുണ്ട്. നിന്റെ പ്രകാശം വന്നു ചേർന്ന് കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. The glory of God. The glory of God. ദൈവത്തിന്റെ മഹത്വം. ഇല്ലെങ്കിൽ ജീവിതമില്ല മക്കളെ, ഇല്ലെങ്കിൽ ജീവിതമില്ല. ദൈവത്തിന്റെ മഹത്വത്തിലെ ഈ ശുശ്രൂഷ നടക്കുന്നത്, ദൈവത്തിന്റെ മഹത്വത്തിലെ ഈ തീർത്ഥാടനത്തിലെ പ്രശോഭിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് ഉള്ളിൽ കണ്ട് ഭയത്തിൽ ഇനി സൂര്യനും ചന്ദ്രനുമല്ല, നിന്റെ കർത്താവായിരിക്കും നിന്റെ പ്രകാശം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും, പക്ഷെ ഓർക്കണം, ഭൂമി അന്ധകാരത്താൽ മൂടപ്പെട്ട് കിടക്കും. കൂരിരുട്ട് ജനതകളെ, വിജാതികൾ, ദൈവത്തെ അറിയാത്തവരെന്ത് പറ്റും? കൂരിരുട്ടിലായിരിക്കും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ഹല്ലേലൂയ. 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 ഇവിടെ ഇത്രയും പേരിരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പ്രകാശം കിട്ടുന്നൊന്നും ആരും വിചാരിച്ചേക്കരുത്. ഹല്ലേലൂയ. 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 അവനെ അത്രമേൽ ദാഹിക്കുന്നവര്, അവനെ അത്രമേൽ വിശക്കുന്നവര്, അവനെ അത്രമേൽ കൊതിക്കുന്നവര്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും. എന്താ പറയുക? അവിടുത്തെ മഹത്വം, ഗ്ലോറി is manifested in you. ഇങ്ങനെയൊക്കെ പ്രകാശിക്കുക എന്ന് ഭയങ്കരമായിട്ട് പ്രകാശിക്കുക. ഹല്ലേലൂയ. അവങ്ങളെ കഴിഞ്ഞ ദിവസം ഞാനൊരു സിസ്റ്ററിനെ കണ്ട്, ICUല, ഒരു 90 വയസ്സ്, വയറ്റിലൊരു സർജറിയും കഴിഞ്ഞ് ഇവിടെ മുറിവൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. അമ്മ ഫാത്തിമ, അമ്മയുടെ പേര് ഫാത്തിമ. എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഇത്രയും സന്തോഷിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ICUവിൽ മരിക്കാൻ കിടക്കുക കന്യാസ്ത്രീ അമ്മ, ചിരിക്കുക. 3 പല്ലം കണ്ടുള്ളൂ, ഒരു പല്ല് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു പല്ല. ഈ പല്ലൊക്കെ കാട്ടിക്കുന്ന ഒച്ചത്തി ചിരിക്കുക ഈ അമ്മ. വയറ് മുറിച്ച് വെച്ചേക്ക് കാണാൻ. അയാളെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക, വളരെ സീരിയസ് ആയി. എന്നോട് പറഞ്ഞേ സാരമില്ല, ഡോക്ടർ പറഞ്ഞ് 2 ദിവസമൊക്കെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞാനിവിടെ കിടക്കുന്നതേ ഉള്ളൂ.
ആ ഐസിയു കിടന്ന് സകലരും കിടന്ന് പടച്ചുകൊണ്ടിരിക്കുക. ആ ഐസിയു കിടന്ന് എല്ലാവരും ദുഃഖിച്ചിരിക്കുക. പക്ഷെ ഈ കന്യാസ്ത്രീ അമ്മയുടെ മുകളിൽ ദൈവത്തിന്റെ മഹത്വം പ്രകാശിക്കുക. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്രയും സന്തോഷമുള്ള ഒരാളെ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടുമുട്ടിട്ടില്ല അമ്മ. അവൾ ഐസിയു കിടന്ന് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? 90 വയസ്സ് കൈക്കും കാലൊക്കെ ഇങ്ങനെ കമ്പ് പോലെ മെലിഞ്ഞ് അസ്ഥിയിലിങ്ങനെ പറ്റിയിരിക്കുക. ആ മുഖമൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കുഴികളാ. പക്ഷെ ആ കുഴിക്കകത്തൂടെ ഒരു ചിരിയുണ്ട്, ഒരു ദൈവത്തിന്റെ ചിരി. അവളെന്തൊരു ആനന്ദം, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ചിരിക്കുന്നത് ഞാൻ ചിരിക്കാറില്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാരണം ചിരിക്കുന്നൊരച്ഛൻ, ചിരിക്കുന്നൊരു സിസ്റ്റർ, വേറെ ഒന്നും വേണ്ട, അതിനപ്പുറത്തൊന്നും വേണ്ട. ചിലരെ കണ്ടിട്ടില്ലേ ശവക്കുഴിക്ക് കാവലാണ്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ ശവക്കുഴിക്ക് കാവല. അവരുടെ മുഖം കണ്ടറിയാം. ഇപ്പൊ ഏതാണ്ട് 3ാമത്തെ അടക്ക് കഴിഞ്ഞ് 4ാമത്തെ അടക്ക് ശവം കൊണ്ട് പോവുക. കോവിഡ് കാലത്ത് അങ്ങനെ ഉണ്ടല്ലോ. അങ്ങളെ ബി ഹാപ്പി, സന്തോഷത്തോടെ ജീവിക്കടാ കൂട്ടാ. അവരുടെ ഇവിടെ മുമ്പിൽ മുഖം തീട്ടി കാണിച്ചിട്ട് നിനക്കെന്നാ കിട്ടാനാ? വിഷമക്കാണ് മനസ്സിലാക്കുക. അതവിടെ കിടന്നോട്ടെ, അതവിടെ കിടന്നോട്ടെ. അത് ക്രിസ്തുവാ, അത് പരിശുദ്ധാത്മാവിന്റെ തീയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്തു. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും. പീപ്പിൾ വിൽ കം ടു യു. ചേച്ചിമാര് സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നോട് വന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. ഹൈന്ദവ അമ്മമാരിവിടെ വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാണത്തോടെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്കിച്ചിരി നാണമാനമുണ്ട്. അതുകൊണ്ട് അവരൊക്കെ പറയുമ്പോൾ എനിക്കിച്ചിരി നാണം വരാറുണ്ട്. ചേട്ടത്തിയുണ്ട് അങ്ങാണ്ട് ഇവിടുന്ന് അങ്ങാണ്ട് വരുന്നത്. ചേട്ടത്തിയുണ്ട് അയക്കുന്നോ അവ ഭാഗത്തുനിന്ന് കണ്ട വരും ഇടയ്ക്കൊക്കെ. അവിടെ നിന്ന് അങ്ങാണ്ട എനിക്കറിയില്ല എവിടെ നിന്നാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ കയറും. ഒരു ഹൈന്ദവ സ്ത്രീയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുക. മാമോദിസായി കിട്ടി ദിവസവും കുർബാനയും കഴിഞ്ഞ് നിന്നോട് ആരെങ്കിലും മധ്യസ്ഥം ചോദിച്ചിട്ടുണ്ടോ? ബൈബിളും വായിച്ച് നടക്കുക. ദൈവങ്ങളെ, ഇതാ കർത്താവ്. ഐ ബിലീവ്. ഞാനൊരു ഭയങ്കര വിശ്വാസമായിട്ടാണ്. നീ ഏത് ജാതിയിലും ഏത് മതത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, നിന്റെ ഉള്ളിൽ ക്രിസ്തു പ്രകാശിക്കും. എനിക്ക് ഉറപ്പാണ്, എനിക്ക് ഉറപ്പായി ഈ കാര്യം. നീ ഹൈന്ദവനും മുസൽമാൻ ആരും ആയിക്കൊള്ളട്ടെ, നിന്റെ ഉള്ളിലും ക്രിസ്തു പ്രകാശിക്കും. നിന്റെ പ്രാർത്ഥനകൾക്ക് അഭിഷേകം കൂടുതലായിരിക്കും. നമുക്ക് വേണ്ടല്ലോ ഇതൊന്നും. നമുക്ക് സാമ്പ്രാണിത്തിരി മതി, അവർക്ക് തീപ്പന്തം വേണം. നമുക്ക് സാമ്പ്രാണിത്തിരി കിട്ടും മതി, നമുക്ക് ഇച്ചിരി മണം കിട്ടും, ദൈവത്തിന് ഇച്ചിരി മണം കിട്ടിക്കോട്ടെ. മറ്റവർക്ക് തീപ്പന്തോ പൊള്ളല 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 വേണ്ടേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാമ്പ്രാണിത്തിരി കത്തിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ. നല്ല തീപ്പന്തം കത്തിച്ചു പിടിക്കണം കയ്യിൽ, നല്ല തീപ്പന്തം കയ്യിൽ കത്തിപ്പിച്ച് പിടിക്കണം. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദ്ദേശോപിയിലേക്കും വരും. ഒരു സെക്കൻഡൊന്നും ഒരിടത്തോട്ട് ഓടിപ്പോകാം നമുക്ക്. നിങ്ങൾ കണ്ടോ, അവൻ ജനിച്ചപ്പം കിഴക്ക് നിന്ന് രാജാക്കന്മാർ വചനം പൂർത്തിയാകുക. യെശയ്യാന്ന് എന്നാ ഓർത്തുകൊണ്ട് പറഞ്ഞതാണോ? ദേ കിടക്കുന്നു, ദേ കിടക്കണ്, ദേ കിടക്കണ്. അവനെ തേടി രാജാക്കന്മാർ വന്നു, അവനെ തേടി വിജാതീര് വന്നു. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും. ഗ്രീക്കുകാർ വന്നു, ഫിലിപ്പോസ് വന്നു. ഗ്രീക്കുകാർ നിന്നെ തേടുന്നു. യോഹന്നാന്റെ സുവിശേഷം സമയം സമാഗതമായി. ഗ്രീക്കുകാരും വന്നു കഴിഞ്ഞു. വലിയ ബുദ്ധിമാന്മാരെ, ബുദ്ധിജീവികളെ, പുസ്തകത്തിലാണ് ദൈവത്തെ തപ്പിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്നേഹത്തിൽ ദൈവത്തെ തപ്പാൻ അവരാരംഭിച്ചു, പ്രവർത്തികളിൽ ദൈവത്തെ തപ്പാൻ അവരാരംഭിച്ചു. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണില്ല. വിശ്വാസിയുടെ കണ്ണു ഉയർത്തി പിടിച്ചു നിൽക്കണം. കൂനിക്കൂടി നിഴലിലോട്ട് നോക്കി നിലവിളിച്ചിരിക്കുന്ന വിശ്വാസിയൊന്നുമല്ല. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കുക, ചുറ്റും നോക്കുക, കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുക്കലേക്ക് വരുന്നു. ജനക്കൂട്ടങ്ങൾ വരിക. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കണ്ട കാഴ്ച, ശനിയാഴ്ച 7-ാം തീയതി രാത്രി കണ്ട കാഴ്ചയാണ്. 8-ാം തീയതി രാത്രിയിൽ കൂട്ടമായിട്ട് മനുഷ്യർ വരിക. 8-ാം തീയതി പെരുന്നാളിൻ്റെ അന്ന് എല്ലാം തീർന്ന് കാണും. മഴയൊക്കെ പെയ്തു നോക്കുമ്പം വലിയ ബസ് വന്ന് ട്രെയിൻ വന്ന് നിർത്തിയിട്ട് ആളിറങ്ങി വരുന്ന പോലെ പള്ളിക്കകത്തോട്ട് ആൾ കയറിക്കൊണ്ടിരുന്നത്.
ഒരു 9:10 മണി ആയപ്പോഴത്തേക്ക് നോക്കി ഒരു മഴയും കൂടെ പെയ്തു. ഞാൻ നോക്കി പള്ളി നകച്ച് മനുഷ്യരാണ്, കത്തീഡ്രൽ നകച്ച് മനുഷ്യർ. 10:10 ആയപ്പോൾ ആ സമയത്ത് വന്ന് കയറിയതാ കൂട്ടം. ദൈവങ്ങൾ സത്യമങ്ങളെ വചനത്തിലെ സാക്ഷാത്കാരമായി ഇവിടെ. ഈ കണ്ണുകൾ ഉയർത്താനുള്ള ധൈര്യം നിനക്ക് വേണം. അതാ പരിശുദ്ധാത്മാവ്. കണ്ണുകൾ കൂനി നടക്കുക, ഒളിച്ച് കള്ളന്റെ സ്വഭാവം. അത് കൂനി നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? കണ്ണുകൾ ഉയർത്തി നോക്കണം, ശിരസ് ഉയർത്തി നോക്കണം. പറഞ്ഞില്ലേ കർത്താവ് പറഞ്ഞില്ലേ, മോശയോട് പറഞ്ഞില്ലേ, മോശയോടല്ലേ ജോഷുവായോട് പറഞ്ഞില്ലേ, അബ്രഹാത്തോട് പറഞ്ഞില്ലേ, തല ഉയർത്തി നോക്കും, നീ കാണുന്നതെല്ലാം നിനക്ക് സ്വന്തം. ലോത്ത് നല്ല വിലപിടിപ്പുള്ള നല്ല എക്കൽ മണ്ണുള്ള സ്ഥലം തപ്പി പിടിച്ചു പോയി. പാവം അബ്രഹാം തോറ്റു നിൽക്കുന്നവന്റെ പേരാണ് ദൈവം കൂടെയുള്ളവൻ. തോറ്റു നിൽക്കുന്നവന്റെ പേരാണ് ദൈവം കൂടെയുള്ളവൻ. പതുക്കെ ദൈവം അബ്രഹാത്തിന്റെ അടുത്തോട്ട് പറഞ്ഞു, മോനെ എടാ കൂട്ടാ, കണ്ട് തലപൊക്കിക്കേ, ചുറ്റും നോക്കിക്കോ, നീ നിൽക്കുന്നിടവും നീ കാണുന്നിടവും നിനക്ക് സ്വന്തം. നീ നിൽക്കുന്നിടവും നീ കാണുന്നിടവും നിനക്ക് സ്വന്തം. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക. അവർ ഒരുമിച്ച് നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും. ദൈവങ്ങളെ ഒരു ഒരുത്തൻ്റെയും പുറകെ നടക്കണ്ട, തന്നെ വരും മക്കള്. മക്കളെ ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ കൂട്ടായ്മയിലിരിപ്പുണ്ട്. അച്ഛാ അവൻ പോയിട്ട് അവള് പോയിട്ട് വിദേശം വിട്ടതാ, അവിടെ പോയിട്ട് പ്രേമത്തിലുടക്കി കിടക്കുന്നു. കണ്ട ഒരുത്തല് പറയാൻ നിൽക്കുക, ആരാന്ന് പറഞ്ഞോണ്ട് ഇവിടെയൊക്കെ നിപ്പൊക്കെ. അപ്പം സമ്മതിച്ചില്ലെങ്കിൽ ഫോൺ വിളി എത്ര പേരാ വരുന്ന അറിയാം പ്രാർത്ഥിക്കാൻ വരുന്നത്. നിന്റെ കൊച്ചു നിന്റെ കാല് പിടിക്കുന്ന ദിവസം വരാൻ പോവാ. നിന്റെ മക്കള് നിന്റെ കാല് പിടിക്കുന്ന ദിവസം വരാൻ പോവാ. തലയുയർത്ത് നോക്കിയോ മക്കളെ, മക്കൾ വിളിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു, സാക്ഷ്യം കേട്ടുണ്ട്. ഇവിടെ നാളുകളായിട്ട് വിളിക്കാതിരുന്നൊരു വിളിച്ചെന്നും നാളുകളായിട്ട് വരാത്തവർ വന്നെന്നും ഒക്കെ പറഞ്ഞ് സാക്ഷ്യം പറയുന്നത്. മക്കളെ, ഞാൻ ദൈവത്തിൻ്റെ വചനം ലിറ്ററലി ഐ ബിലീവ്. ഇത് അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും അങ്ങനെ തന്നെ സംഭവിക്കും, എനിക്ക് ഉറപ്പാണ്. ഞാൻ ബൈബിളിൽ ഡോക്ടറേറ്റുള്ളൊരു മനുഷ്യനാണ്. ബൈബിൾ ഇങ്ങനെ ലിറ്ററലായിട്ട് പറയില്ലെന്ന് എൻ്റെ പ്രൊഫസർ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് നീ കണ്ണു അടച്ചു വെച്ച് ഇത് സംഭവിക്കും. ദൈവത്തിന്റെ വചനം വള്ളി പൊള്ളി പറ്റാ. പിന്നെന്തിനാ അതൊക്കെ എഴുതി വെച്ചേക്കുന്നേ? അന്ന് അങ്ങനെ പറയാനാണ് എനിക്ക് എളുപ്പം. അതുകൊണ്ട് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മതി. ഞാൻ വാക്കുകൾ ഓരോന്നും വിശ്വസിക്കാം. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ മക്കൾ അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. കണ്ണുകൾ ഉയർത്തി നോക്കും. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. അടുത്ത ചൊവ്വാഴ്ച ഒരു പുതിയ പ്രകാശത്തിലായിരിക്കും നിങ്ങൾ വരാൻ പോകുന്നത്. ഒരു പുതിയ അഭിഷേകത്തോടെയായിരിക്കും നിങ്ങൾ വരാൻ പോകുന്നത്. ഒരു പുതിയ അനുഗ്രഹവുമായിട്ടായിരിക്കും നിങ്ങൾ വരാൻ പോകുന്നത്. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. കർത്താവ് തരും ആനന്ദം, യേശു തരും ആനന്ദം. അത് ആനന്ദം കർത്താവ് തരുന്ന ഒരു ആനന്ദം. നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ദൈവമക്കളെ എഴുന്നേറ്റ് നമുക്ക് പിന്നീട് ബാക്കി പിന്നീട് എപ്പോഴും ധ്യാനിക്കാം. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരു കരകളും നിന്റെ ഹൃദയം ഒന്ന് ആനന്ദിക്കട്ടെ. നിനക്കൊരു തേജസ്വിനിയായി മാറട്ടെ. നിനക്ക് പ്രകാശം വേണ്ട, നിനക്ക് അഭിഷേകം വേണ്ട, നിനക്ക് അനുഗ്രഹം വേണ്ട, നിനക്ക് കൃപ വേണ്ട, നിനക്ക് ദൈവത്തെ വേണ്ട. ഈ കണ്ണീര് നീങ്ങണ്ട, ഇരുട്ട് നീങ്ങണ്ട, ഈ തകർച്ച നീങ്ങണ്ട, ഈ അപമാനം നീങ്ങണ്ട, ഈ പരാജയം നീങ്ങണ്ട. എല്ലാ രോഗപീഠങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ ദുഃഖങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ നിരാശകളും വിട്ടുപോകട്ടെ, എല്ലാ സങ്കടങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ പരാജയങ്ങളും നീങ്ങിപ്പോകട്ടെ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാ